ശ്യാമ, ഹൂത്തികളുടേതായി പുതിയ ഒരു മുന്നറിയിപ്പ് കൂടി വരികയാണ്. അമേരിക്ക കൂടി അണിചേർന്ന നിലയ്ക്ക് ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ ഏറ്റവും പുതിയതായി മുന്നറിയിപ്പ് നൽകുന്നത്. വിനിത, അതായത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രമാണ് ഈ ഫോർദോ ആണവ കേന്ദ്രം എന്ന് പറയുന്നത്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ, അതായത് 96 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന ഫോർദോയിലെ ആണവ കേന്ദ്രമാണിത്. യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. കോം നഗരത്തിന് സമീപമുള്ള ഒരു പർവ്വത പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാറയടക്കം തുരന്ന് അത്തരത്തിലൊരു ഭൂഗർഭ കേന്ദ്രത്തിലാണ് ഈ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് തകർക്കാൻ US മാത്രമേ കഴിയൂ എന്ന് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ടാണ് US കൂടി യുദ്ധത്തിൽ പങ്കെടുക്കണം, അവരുടെ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തണമെന്ന് ഇസ്രായേൽ US ആവശ്യപ്പെട്ടിരുന്നത്. ഇസ്രായേലിന്റെ ഈ ഒരു ആവശ്യമാണ് ഇപ്പോൾ US സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഭൂഗർഭ സൗകര്യത്തിൽ യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകളൊക്കെ ഉൾക്കൊള്ളുന്ന 2 പ്രധാന തുരങ്കങ്ങളും അത്തരത്തിലുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രമാണ് ഈ ഫോർദോയിൽ എന്ന് പറയുന്നത്. മറ്റു 2 എണ്ണത്തിൽ ഇസ്രായേലിലെല്ലാം ഇസ്രായേൽ തന്നെ നിരവധി തവണ ആക്രമണം നടത്തിയതാണ്. പക്ഷേ ഈ ഫോർദോ ആണവ നിലയം ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ഇറാൻ്റേതായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമോ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ ശക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പ്രതികരണം എന്ന തരത്തിലേക്ക് വലിയ ആശങ്ക. ഇതിലിപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ട്രംപിന്റെ വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടുത്തെ പ്രാദേശിക സമയം 10 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട്. പക്ഷേ ഇതിൽ ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫോർദോ ഈസ് ഗോൺ എന്നാണ്. അതായത് ഫോർദോ നാമാവശേഷമാക്കിയിരിക്കുന്നു, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല ഈ ഭൂഗർഭ, ശ്യാമ സൂചിപ്പിച്ചതുപോലെ ഭൂഗർഭ ആണവ നിലയത്തിലൊക്കെ തന്നെയും ഇസ്രായേലിന് അനുകൂലമായി നിന്നുകൊണ്ട് അമേരിക്ക കൃത്യമായി അവരുടെ ആയുധശേഷി ഉപയോഗിച്ചുകൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും. അതായത് B-2 ബോംബറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ US നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ പസഫിക് മേഖലയിൽ US-ന്റെ യുദ്ധവിമാനങ്ങൾ തമ്പടിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ യുദ്ധത്തിൽ പങ്കുചേരുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ദേശീയ സുരക്ഷാ കൗൺസിൽ ചേർന്നതിനു ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധത്തിൽ ചേരണമോ അല്ലെങ്കിൽ US അത്തരത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അറിയിക്കുമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ പൊടുന്നനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്, അതായത് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയതും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അമേരിക്ക പോലും ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് ആദ്യ പ്രതികരണത്തിൽ മാർക്ക് റൂബിയോ അടക്കം പ്രതികരിച്ചത്. അത്തരത്തിൽ തീർത്തും അപ്രതീക്ഷിതമായാണ് US-ന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. അതും ഇറാന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്, ഹൂതികളുടെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും, അതായത് യുദ്ധം തുടങ്ങി ഇന്ന് 10ാം നാളാണ്, ഇന്നലെയാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയും ഇസ്രായേലിൻ്റേത് ഒരു പൊടുന്നനെയുള്ള നീക്കമായി മറ്റു മുന്നറിയിപ്പുകളൊന്നുമില്ലാതെയുള്ള ആക്രമണം, ഏറ്റവും പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ സൗദി നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനെല്ലാം തൊട്ടു പുറകെയാണ് US ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നത് തീർത്തും അപ്രതീക്ഷിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും US-ന്റെയും എക്കാലത്തെയും, പ്രത്യേകിച്ച് നെതന്യാഹുവിൻ്റെ പോലും എക്കാലത്തെയും വലിയ ഒരു ലക്ഷ്യമാണ്. അതിപ്പോൾ അവർ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതിനെ പക്ഷേ ഇറാൻ എങ്ങനെ മറുപടി നൽകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്ന തരത്തിലേക്ക് പോകുമോ? ഇനി US-നെതിരെ ഹൂതികളും ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പുണ്ട്. അത്തരത്തിലെല്ലാമുള്ള ആക്രമണങ്ങൾ ഇനി ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വിനിത.